ഇത്തവണത്തെ ഫലത്തിൽ അത് മുഴുവനായിട്ടില്ലെങ്കിലും ഏതാണ്ടൊരു ചായ്വുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റുകളുടെ എയ്ഡഡ് മാനേജ്മെൻറ്റുകളുടെ നിയമനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിലൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ദീർഘകാലമായ ആവശ്യമൊക്കെ കുറേ വൈകിയൊക്കെയാണ് അംഗീകരിക്കപ്പെട്ടത് നിർബന്ധപൂർവ്വം. അതൊക്കെ അതിലൊക്കെ പലപ്പോഴും മാനേജ്മെൻറ്റുകൾക്കും സഭകൾക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു. ചിലർ മാത്രം വിധി സമ്പാദിച്ചെടുത്തു. അങ്ങനെയൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. അതിൽ എന്താണ് പലപ്പോഴും ക്രിസ്ത്യാനികളോടൊരു രണ്ടാംകിട പൗരന്മാരോടെന്ന നിലയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് അവിടെ അവർ സ്കൂളുകളിൽ അഡ്മിഷന് അവർ അപ്പോയിൻമെൻറ്റുകൾ ഗവൺമെൻറ് വിധി അനുസരിച്ച് സാധുവായി കൊടുത്തപ്പോഴും ക്രിസ്ത്യാനികളുടെ അതേ സെയിം സിസ്റ്റത്തിൽ അവർ ക്രിസ്ത്യാനികൾ മാനേജ്മെൻറ്റുകളിലെ സ്കൂളുകൾക്ക് അവർ അനുവദിക്കാതിരുന്നത് അത് വളരെ മോശമായ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എത്രയോ ആയിരങ്ങൾ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവർ അത് വെറും ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, എത്രയോ ആയിരങ്ങൾ ജോലികൾ ചെയ്തിട്ട് അവർക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ജീവിച്ചു. അതെല്ലാം തൊഴിലാളി വർഗത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അതൃപ്തികരമായ ഒരു സംഭവം തന്നെയാണത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അതൃപ്തികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് പിന്നെ കേരളത്തിലെ പൊളിറ്റിക്സുമായിട്ട് എനിക്ക് അധികം ബന്ധമില്ല. ഞാൻ കേരളം വിട്ടു പോന്നിട്ട് വളരെ നാളുകളായ ആളാണ്.